ഉമിനീർ ഉണ്ടാക്കുന്ന ഗ്രന്ഥി 3 സെറ്റാണ്. ഇവിടെയും ഇവിടെയും ഒരു സെറ്റ്, ഈ ഭാഗത്തും അടുത്ത സെറ്റ്, പിന്നെ നാക്കിന്റെ താഴെ 2 സൈഡിലും അടുത്ത സെറ്റ്. അങ്ങനെ 3 പേരായിട്ടാണ് കാണുന്നത്. ഓരോന്നിനും പേരുണ്ട്. അത് പരോട്ടിഡ്, സബ് മാൻഡിബുലാർ, പിന്നെ സബ് ലിംഗ്വൽ. അപ്പോൾ ഇതിനകത്ത് ഈ ഉമിനീർ ഉണ്ടാക്കുന്ന ഗ്രന്ഥിയിൽ സലിവറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്, അതിനകത്ത് ഒരുപാട് പല ടൈപ്പിലുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് മ്യൂക്കോ എപ്പിഡോമോയിഡ് മാലിഗ്നൻസി. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്നത്തെ ടോപ്പിക്. അതെങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യും, അതിൻ്റെ 2 പാർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാർട്ട് 1 ട്രീറ്റ്മെൻറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം, പാർട്ട് 2 കൂടെ കണ്ടാലേ അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ പാർട്ട് 2 അതിൻ്റെ സർജറി എങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ കോംപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ ഈ പാർട്ട് 1 നമുക്ക് അത് കൂടുതൽ കാണുന്ന ആർക്കാന്ന് നോക്കാം. അപ്പോൾ ഈ ഉമിനീരുണ്ടാകുന്ന ഗ്രന്ഥിയിൽ ഈ മ്യൂക്കോ എപ്പിഡോമോയിഡ് ട്യൂമർ എന്ന് പറയുന്നത് ഈ പരോട്ടിഡ് ഗ്ലാൻഡിലാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അത് കൂടുതലും ആണുങ്ങൾക്കാ. അത് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 40-ും 50-ന്റെ ഇടയ്ക്കുള്ള ഏജ് ഗ്രൂപ്പിലാണ് കാണുന്നത്. ഇത് 2 ടൈപ്സ് ഉണ്ട്, ലോ ഗ്രേഡ്, ഹൈ ഗ്രേഡ്. അപ്പം വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ലോ ഗ്രേഡ്, ഇന്റർമീഡിയറ്റ് ഗ്രേഡ്, ഹൈ ഗ്രേഡ് എന്നും പറയും. അപ്പോൾ സാധാരണ ലോ ഗ്രേഡ് ആൻഡ് ഹൈ ഗ്രേഡ് എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പറയാൻ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രണ്ടും വേറെ രീതിയിൽ, അതുകൊണ്ടാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണുമ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പേഷ്യൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ചെവിയുടെ താഴ്ഭാഗത്ത് പരോട്ടിഡ് ഗ്ലാൻഡ് ഉള്ള സ്ഥലത്ത് ഒരു വീക്കം ഉണ്ടാവും. ആ വീക്കം കുറേ മാസങ്ങളായിട്ട് കാണുന്നതായിരിക്കും. പെട്ടെന്നൊരു ദിവസം അതിനകത്ത് ഒരു ഡിസ്കംഫോർട്ട് പോലെ, ഒരു പെയിൻ പോലെ, വേദന പോലെ വരും. പക്ഷേ ചുമന്നായിരിക്കത്തില്ല, പിന്നെ പനി കാണത്തില്ല. പിന്നെ ചിലപ്പം ട്രീറ്റ്മെൻറ്റിന് വന്നില്ലെങ്കിൽ, കുറച്ച് താമസം ഉണ്ടെങ്കിൽ ചിലപ്പം ആ സൈഡിലെ ഫേസിന് സപ്ലൈ ചെയ്യുന്ന നരമ്പ് എഫക്റ്റ് ആയാൽ ഒരു സൈഡിലെ ആ സൈഡിലുള്ള ഫേസ് നോർമലായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഇതാണ് അതിൻ്റെ കോമൺ പ്രസൻറ്റേഷൻസ്. ചില പേഷ്യൻസിന് ഇത് കൂടാതെ ഇനിയും കൂടെ ലേറ്റ് ആയാൽ ഈ കഴുത്തിൻ്റെ അവിടെ ചെറിയ നോഡ്യൂൾസ് ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, വീക്കം ഉണ്ടാവും. അത് ഇതിൻ്റെ കൂടെയുള്ളത് ഇതിൻ്റെ അതേ സൈഡ് തന്നെ ആയിരിക്കും. അതുമാത്രമല്ല, ഇത് ക്യാൻസർ ആയതുകൊണ്ട് ദേഹത്ത് മൊത്തം പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് കാണുന്ന വെച്ചാൽ ഇവിടെ ഒരു വീക്കം ഉണ്ട്. ആ വീക്കം നല്ല ഹാർഡായിരിക്കും, ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. വെളിയിലുള്ള സ്കിൻ നോർമൽ ആയിരിക്കും. ലേറ്റ് ആവുമ്പം ആ വെളിയിലുള്ള സ്കിന്നും കൂടെ കട്ടിപിടിക്കും. ചിലപ്പം കഴുത്തിൽ ഒരു മുഴ ഉണ്ടാവും. പിന്നെ ലേറ്റ് സ്റ്റേജിൽ ഈ നരമ്പ് വർക്ക് ചെയ്യത്തില്ല. ഇതാണ് അതിൻ്റെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഫൈൻഡിങ്സ്. അപ്പോൾ ഇതിന് ടെസ്റ്റ് ചെയ്യുമ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, അതിൻ്റെ തുടക്കം ഒരു അൾട്രാസൗണ്ട് സ്കാനും, അത് കഴിഞ്ഞ ഉടനെ ഇതിന് സംശയം വന്ന ഉടനെ അവിടുന്ന് കുത്തിയെടുക്കണം, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡയഗ്നോസിസ് കിട്ടും. ഇതിന് കൂടെ തന്നെ ഒരു MRI സ്കാനും കൂടെ എടുക്കും. അത് ഈ ഭാഗത്തും പിന്നെ കഴുത്ത് മൊത്തവും എടുക്കും. ഇതാണ് മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ഉള്ളത്, മെയിനായിട്ടുള്ളത്. ഇപ്പോൾ MRI ആണോ CT ആണോ നല്ലതെന്ന് പറയുകയാണെങ്കിൽ MRI ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ചിലവ് കൂടുതലാണ്, പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ MRI ആയിരിക്കും. അപ്പം ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷനാണ്. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുമ്പം ഇത് ലോ ഗ്രേഡ് ആണോ ഹൈ ഗ്രേഡ് ആണോ അനുസരിച്ചിരിക്കും. ലോ ഗ്രേഡ് ആണെങ്കിൽ ഈ ഉമിനീർ ഗ്രന്ഥി എവിടെ, ആ പരോട്ടിഡ് ഗ്ലാൻഡ് മാത്രം ഇളക്കി കളയുക. ആ നെർവിന് ബാധം വന്നിട്ടില്ലെങ്കിൽ ആ നെർവ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഗ്ലാൻഡും ഇളക്കുന്നതായിരിക്കും. അതല്ല ഹൈ ഗ്രേഡ് ആണെങ്കിൽ ഇത് മാത്രം പോരാ, ഇതിന് കൂടെ കഴുത്തിൽ എവിടെയൊക്കെ മുഴയുണ്ടോ അതെല്ലാം ഇളക്കുകയും വേണം. അതുമാത്രമല്ല, റേഡിയേഷൻ തെറപ്പിയും വേണം, ചിലപ്പോൾ കീമോതെറപ്പിയും വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മ്യൂക്കോ എപ്പിഡോമോയിഡ് ട്യൂമർ, പരോട്ടിഡ് ഗ്ലാൻഡിൻ്റെ ട്യൂമർ നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് സർജറിയെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ 2ാം ഭാഗം കാണുവാണെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ പറ്റും. നമസ്കാരം.